കർത്താവിദാസന്റെ ശുശ്രൂഷകളെ കുറിച്ചും അപ്പോൾ തന്നെ തന്റെ ആത്മീയ സേവനങ്ങളെ കുറിച്ചും പലരിൽ നിന്ന് സാക്ഷ്യം കേൾക്കുവാൻ ദൈവം സഹായിച്ചു. തന്റെ തലമുറകളെ കുറിച്ച് അറിയുവാൻ ദൈവം കൃപ നൽകി. പ്രത്യേകിച്ചും രോഗിയായിരുന്നപ്പോൾ സഭ അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർത്തു. ബഹുമാനപ്പെട്ട ഡേവിഡ് പാസ്റ്റർ അനുസ്മരണത്തിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. കണ്ടുവന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ അധിക സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ചില വാക്കുകൾ കർത്താവിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും ഓർക്കുന്നതും ഉചിതമാണെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള വന്ന് ഞാനൊരു വാക്യം വായിക്കാം. ആരെങ്കിലും വായിച്ച സഹായിച്ചാൽ നല്ലതായിരുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം. സഹായത്താലും അതെനിക്ക് രക്ഷാകരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. 2 തിമോഥെയോസ് 4:7-8. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചും വിശ്വാസം കാത്തും ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പാസ്റ്റർ തങ്കരാജനെ ഇവിടെയുള്ളവർക്ക് ഒരു എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2017 അദ്ദേഹം ഈ ദേശം വിട്ട് തിരിച്ച് തൻ്റെ ദേശത്തേക്ക് കടന്നുപോയത്. 83 മുതൽ ഈ സഭയുടെ ഒരു ഭാഗമായിരിക്കാനും അതുമാത്രമല്ല സഭയുടെ ശുശ്രൂഷകനായും തനിക്ക് നിയമിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകി. ഈ സഭയോടുള്ള ബന്ധത്തിൽ ആ കാലങ്ങളിൽ അനേക ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നു 80കളിൽ. അതിനുള്ള ബന്ധത്തിൽ അദ്ദേഹവും അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തമിഴ് വാല്യൂ വ്യാപൃതനാകുകയും തമിഴ് വിശ്വാസികളുടെ ഇടയിൽ തമിഴ് ജനങ്ങളുടെ ഇടയിൽ ഔട്ട്റീച്ച് മീറ്റിങ്ങുകൾ തുടങ്ങുവാനൊക്കെ ഇടയായി. അതുമാത്രമല്ല അദ്ദേഹം ഭവന സന്ദർശനത്തിനൊക്കെ വളരെ ഉത്സാഹം കാണിക്കുമായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. വലിയ സാമ്പത്തികമായ ഉന്നമനമൊന്നും ഇല്ലെങ്കിലും രണ്ടുപേരും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേർക്ക് ഒരുമിച്ച് ഭവനങ്ങളുടെ ഭവന സന്ദർശനത്തിനും ഇതിനൊക്കെ ദൈവം കൃപ ചെയ്തു. ആ സമയങ്ങളൊക്കെ അദ്ദേഹം ലഭിച്ച സന്ദർഭങ്ങൾ നന്നായി യൂട്ടിലൈസ് ചെയ്യുകയും അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഈ സഭയുള്ള ബന്ധത്തിലായിരുന്നുകൊണ്ട് പാസ്റ്റർ ടി ജോസഫിന്റെ കൈകീഴിൽ അദ്ദേഹത്തിനെ ശുശ്രൂഷയ്ക്കായി ഏർപ്പെടുത്തുകയും അവിടെ ചില നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഓർഡിനേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുവാനിടയായിത്തീർന്നു. അതുമാത്രമല്ല തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും ശുശ്രൂഷയുടെ കാലയളവിൽ തന്നെ അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനും ഇവിടെ ആരംഭിച്ച ഒരു കോഴ്സിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനും അദ്ദേഹത്തിൻ്റെ മോനും ഒരുമിച്ച് തന്നെ ഗ്രാജുവേഷൻ ലഭിക്കാനൊക്കെ ഇടയായിത്തീർത്തു. അതൊക്കെ ദൈവസഭയെ ഓർക്കുന്നത് പ്രശംസനീയമാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഭവനാന്തരത്തിൽ ഞാനൊരു ദിവസം നോക്കുമ്പോൾ അദ്ദേഹം ദൂരത്തിൽ പകർന്നാണ് ഭവനാന്തരത്തിൽ പോയിരിക്കുന്നത്. ഞാൻ ആ സമയത്ത് അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അദ്ദേഹം ദൂരത്തിൽ പകർന്ന് ഭവനാന്തരത്തിൽ പോയിരിക്കുന്നു. എവിടെയാണെങ്കിലും ലേബർ ക്യാമ്പുകളൊക്കെ ധാരാളം ലേബർ ക്യാമ്പുകൾ വിശ്വസിക്കുകയും സന്ദർശിക്കുകയും അതുമാത്രമല്ല അവിടെയുള്ളവർക്ക് ആശ്വാസം പകരുകയൊക്കെ ചെയ്യുവാൻ അവരോട് തിരിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അദ്ദേഹം സമയം ചിലവഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ പാദത്തിനെ പിന്തുടർന്ന് പോകണമെന്നുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാവരും ആത്മീയമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല നമ്മുടെ സഭയുടെ ബന്ധത്തിൽ എല്ലാ ആക്ടിവിറ്റീസിലും അവരെ ആത്മാർത്ഥമായി കണ്ണോദ്ധാനം ചെയ്യുന്നവരായിരുന്നു. നമുക്ക് സഹോദരൻ ജോയലിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സഹോദരനല്ല, ഇപ്പോൾ പാസ്റ്റർ ശുശ്രൂഷയിലാണ് അദ്ദേഹം. അതോർത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. മിക്കപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ആലോചനകൾ ചോദിക്കാറുണ്ട്. ഇവിടെ തങ്കരാജും പാസ്റ്റർ തങ്കരാജും പലപ്പോഴും ആലോചന ചോദിക്കാറുണ്ട്. നാട്ടിൽ കടന്നു പോയതിനു ശേഷം അവിടെ
12 സഭകൾ നമുക്ക് തമിഴ്നാടിൻ്റെ പ്രദേശത്തുണ്ട്. അതിൻ്റെ നേതൃത്വം അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അല്പം കടുപ്പമുള്ള ഒരു വേലസ്ഥലമാണ് തമിഴ്നാട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആദ്യകാലങ്ങളിൽ തന്നെ ഈ മതം മാറുന്നതിന് എതിരായി ജയലളിതയുടെ കാലത്ത് തന്നെ നിയമം കൊണ്ടുവന്ന സ്ഥലങ്ങളാണ്. ആ സമയങ്ങളിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം എല്ലാ സഭകളും വിസിറ്റ് ചെയ്യുമായിരുന്നു. വിസിറ്റ് ചെയ്യുക മാത്രമല്ല, അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഒപ്പം ഭവന സന്ദർശനത്തിനും ഓപ്പൺ എയർ മീറ്റിങ്ങിനൊക്കെ പോകുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ ആയിരുന്ന സമയത്ത് നമുക്കറിയാം തമിഴ് ചർച്ച സ്ഥാപിച്ചത് അദ്ദേഹമാണ്. നമ്മളോട് തമിഴ് സ്ഥാപിക്കാൻ അദ്ദേഹം മുഖാന്തരമാണ് ഇടയായി തീർന്നത്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ ജോയലെ അവിടെ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ. എന്നാൽ പ്രായത്തിൻ്റെ കുറവ് കൊണ്ടും അതുമാത്രമല്ല പ്രായപക്വത ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് തന്നെ അതിനൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടും അദ്ദേഹം ആ ശുശ്രൂഷയിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ മാറി നിൽക്കുമായിരുന്നു. എന്നാൽ നമുക്ക് ഏവർക്കും അറിയാം തക്ക സമയത്ത് അദ്ദേഹത്തിനെ കാണ്ടേൽക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ഒരു സഭയുടെ ശുശ്രൂഷയിലെ പ്രവർത്തനാവാൻ അദ്ദേഹത്തെ ദൈവം സഹായിച്ചു. അങ്ങനെ ആ കാലത്തെ തങ്കരാജിനെ വളരെ സന്തോഷമുണ്ടാവാൻ ഇടയായി തീർന്നു. അതുമാത്രമല്ല നമുക്കറിയാം കൊറോണ കാലത്ത് അദ്ദേഹം ഇവിടുന്ന് കടന്നു പോകുമ്പോൾ തന്നെ ക്ഷീണനായിട്ടാണ് കടന്നു പോകുന്നത്. ഡയബറ്റീസ് മുഖാന്തരം കാലിൽ രക്തോട്ടം ഇല്ലാതെയാവുകയും ഷുഗർ വളരെ കൂടുകയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിപ്പോൾ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഷുഗറിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ തൻ്റെ ബ്രദർ അദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞങ്ങൾ മരുന്ന് ചെയ്യില്ലായിരുന്നു. നമുക്കറിയാം തങ്കരാജ് ഉണ്ടായിരുന്ന കാലത്തോളം മരുന്ന് ചെയ്യില്ലായിരുന്നു. എന്നാൽ നമ്മളെല്ലാവരും നിർബന്ധിച്ചു, അത്രയും അധികം നിർബന്ധിച്ചു. അങ്ങനത്തെ വലിയ സിറ്റുവേഷൻ ആയിരുന്നു. കാലിൽ ചെരിപ്പിടാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു. എന്നിട്ടും മരുന്ന് ചെയ്യില്ലായിരുന്നു. എന്നാൽ നിർബന്ധിച്ചു. അദ്ദേഹം മരുന്ന് ചെയ്യാനിടയായിത്തീർന്നു നമുക്കറിയാം. പക്ഷേ സാമ്പത്തികമായ വലിയ പരാധീനത അദ്ദേഹത്തിനുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും വളരെ സന്തോഷത്തോടും പ്രത്യാശത്തോടും അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തു. ആരോടും ഇതുവരെ കാശിനെ കുറിച്ച് പറയുന്നതോ സംഭാവനയെ കുറിച്ച് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. അത്ര ആത്മാർത്ഥത്തോടെ അദ്ദേഹം ആ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. തമിഴ്നാട്ടിലെ ശുശ്രൂഷ വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോയി. എന്നാൽ നമുക്ക് ഏവർക്കും അറിയാം കൊറോണ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ ലോകം കൊണ്ടുപോകാനായിത്തീർന്നു. വാസ്തവത്തിൽ അവര് കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ആഗ്രഹിച്ചതല്ല. എന്നെ വിളിച്ചു പറഞ്ഞു, ഇവർ നിർബന്ധിക്കുന്ന എന്ത് ചെയ്യണം. ഞാനും പറഞ്ഞ രാജ്യത്തിൻ്റെ നിയമമാണ്, നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. പലവട്ടം വന്നിട്ടും അദ്ദേഹം അതെടുത്തില്ല. എന്നാൽ പിന്നെ പ്രാവശ്യം അവർ നിർബന്ധമായിട്ട് ഇത് മാൻഡേറ്ററി എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചെടുത്തു. എടുത്തു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് തങ്കരാജ് പാസ്റ്റർ കൊറോണ പിടിച്ചു. അങ്ങനെ അവർ ഹോസ്പിറ്റലായി. നമുക്കറിയാം തങ്കരാജ് പാസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസ് ആയ ഉടനെ തന്നെ പ്രിയ സഹോദരി ഹോസ്പിറ്റലൈസ് ആവാനിടയായി തീർന്നു. അവിടെ വെച്ച് സഹോദരി മരിക്കുവാനിടയായിരുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. അതോടുകൂടി അദ്ദേഹം വളരെ വിഷമിതാവസ്ഥയിലായി. അതുമാത്രമല്ല പെട്ടെന്ന് തന്നെ എന്തുകൊണ്ടോ അറിയില്ല, പെട്ടെന്നുണ്ടായ മാനസിക വിഷമമായിരിക്കും അദ്ദേഹം ശരീരത്തെ തളർത്തി കളഞ്ഞു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെടുകയായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം പറയായിരുന്നു, പ്രാർത്ഥിക്കാൻ പറയായിരുന്നു. എന്നാൽ അതോടൊപ്പം പറയായിരുന്നു, ഞാൻ ദൈവദൂതന്മാരെ സ്വപ്നം കണ്ടിരിക്കാമെന്നൊക്കെ പറയായിരുന്നു. കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ വളരെ അദ്ദേഹം വിമുഖത കാണിച്ചു. അതാണ് ഞാനിവിടെ വായിക്കാനിടയായിത്തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്യമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇത് AD 61 എഴുതുന്നത്. അന്നേരം അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ വാക്യം എഴുതുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയും എനിക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം തൻ്റെ കണ്ണ് പോയ സമയത്ത് വളരെയധികം 95% കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതെയായി. ഞങ്ങൾ ചെന്നപ്പോൾ വല്ലതും കാണാണോ വെച്ചപ്പോൾ ഒന്നും കാണാനില്ല, എന്നാൽ ശബ്ദം കൊണ്ട് ആളെ മനസ്സിലാക്കുന്നു എന്നിട്ട് പറയുകയായി തീർന്നു. ഞാൻ ആ പ്രാവശ്യം അവിടെ പോകാനിടയായത് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാനില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം ജോയൽ എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഒരു കാരണവശാലും ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ പോയി അദ്ദേഹത്തോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, ഞാൻ അതിന് വേണ്ടി ഒരു പാസ്റ്ററാക്കി ഓപ്പറേഷൻ വേണ്ട
അതിന് വേണ്ടുന്ന സാമ്പത്തിക കാര്യങ്ങളും സഭയായും ഞാനുമായും അത് ചില സഹോദരന്മാർ സംസാരിച്ച് അവർ മുഖാന്തരം ആ കാര്യം ക്രമീകരിച്ച് അതിന് ജീവഴയെ തീർന്നു. ഒരു കാര്യം ശരിയാണ്, അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെ ഞെരുക്കമുണ്ടായിരുന്നുള്ള കാര്യം വാസ്തവമാണ്. എന്നാൽ ആ 95% കാഴ്ച നഷ്ടപ്പെട്ടു, ഒരു ഹോപ്പുമില്ലെന്ന് പറഞ്ഞ സമയത്ത് അവിടെ അദ്ദേഹത്തിന് 2 കണ്ണും കാഴ്ച ലഭിക്കാൻ ദൈവം കൃപ ചെയ്തു. ആദ്യം ഒരു കണ്ണ് ചെയ്തു, ആ കണ്ണ് കാഴ്ച വന്നപ്പോൾ അദ്ദേഹത്തിന് ഉത്സാഹമായി അടുത്ത കണ്ണും പോയി ചെയ്തു. അത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥന, ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിന് രക്ഷാകാരണമായി തീർന്നു. അത് കാരണം തുടർന്നും അനേക സ്നാനങ്ങൾ നടത്താൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. സഹോദരന്മാരെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോകും. എല്ലാ മാസവും വേലക്കാർ വർക്കേഴ്സ് മീറ്റിംഗ് അവിടെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫണ്ട് എല്ലാവർക്കും കൊടുക്കും. PMBB കൊടുക്കുന്ന ഫണ്ട് സഹോദരന്മാരെ വിളിച്ചു വരുത്തി ഒരു കൂട്ടായ്മ നടത്തി ഭക്ഷണം കഴിച്ച് അവര് ഫണ്ട് ഷെയർ ചെയ്ത് കടന്നു പോകും. ആ എല്ലാ മീറ്റിങ്ങിനും എല്ലാ മാസവും തങ്കരാജ് പോകുവാനിടയായി തീർന്നു. അതുമാത്രമല്ല ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ശുശ്രൂഷകളിലെ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ബലപ്പെടുത്തി. പല സ്നാനങ്ങളും നമ്മൾ പറഞ്ഞ 1 മാസം മുമ്പ് വരെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ 1 മാസം മുമ്പ് വരെ സ്നാനം നടത്തുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. സ്നാനം നടത്തിയത് 2 പേര് പിടിച്ചുകൊണ്ട് പോയിട്ടാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ആ സ്നാനം ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ വായിച്ചതുപോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഈ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ തീർച്ചയായും അന്വർത്ഥമായിരിക്കുന്നു. ഒരു സംശയമില്ല. അദ്ദേഹം സെപ്റ്റംബർ 13-ാം തീയതി ഹോസ്പിറ്റലായി. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഇവിടെ നിൽക്കുന്ന കർത്താസുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ആവശ്യമില്ലെന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ 18-ാം തീയതി അദ്ദേഹത്തിന് ഡയാലിസിന് പോയപ്പോൾ കാലിന്റെ മുട്ടിന്റെ താഴോട്ട് തളർന്നു എന്ന് പറയാനിടയായി തീർന്നു. ഉടനെ എന്നെ വിളിച്ചു. ഇപ്പോൾ ഹോസ്പിറ്റലാണ്. ഞാൻ വിളിച്ചപ്പോൾ ജോഹൻ എന്ന് പറഞ്ഞ മാറപ്പാടി ശുശ്രൂഷിക്കുന്ന ഒരു കർത്തദാസനുണ്ട്. ആ കർത്തദാസൻ എന്നെ വിളിച്ച് വിവരം അറിയിച്ചു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു തകരാജുമായിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. തകരാജ് ഭാഷയായിട്ട് സംസാരിക്കാൻ അന്ന് ഇടനാക്കി. ഞാൻ അദ്ദേഹത്തെ ഫോണിലൂടെ ഏകദേശം 5 മിനിറ്റോളം 8 മിനിറ്റ് സംസാരിക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, എന്നെ ഇവരോട് ഇട്ടിരിക്കുകയാണ്, എനിക്ക് വീട്ടിൽ പോയാൽ മതി, എനിക്ക് എൻ്റെ സമയമായി. സമയം എന്തൊക്കെ എങ്ങനെ പറഞ്ഞ് ശുശ്രൂഷ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാല് മുട്ടയെ തളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പം മേലോട്ട് തളരുന്നു, കാലിൻ്റെ അരക്കോളം തളർച്ച വന്നു, സംസാരിക്കുമ്പോൾ കുഴയുന്നുണ്ട്, കുഴച്ചിൽ വരുന്നു, വയറുവേദന എടുക്കുന്നു, കൈവേദന എടുക്കുന്നു, ഇനി എന്തായാലും ഇല്ല, കർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ മതിയെന്ന് പറയണേ തീർന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, വാസൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ സഭയ്ക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാനതിപ്പോൾ എടുത്തു പറയാണ്, ജാനായിക്കും അമ്മായിമ്മയ്ക്കും അതുപോലെ ജമിക്കും സാറയ്ക്കും ഒക്കെ സഭയിലെ പുതിയ പാസ്റ്റർക്ക്, എല്ലാ വിശ്വാസികൾക്ക്, എനിക്ക്, എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടി അദ്ദേഹം ഒരു 4 മിനിറ്റോളം പ്രാർത്ഥിക്കാനിടയായി തീർന്നു. പലരുടെയും കമ്മിറ്റി മെമ്പർ, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന എല്ലാവരും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോഴേക്കും നാവ് കുഴഞ്ഞു തുടങ്ങി. അവനോട് പറഞ്ഞു, നാവ് കുഴയുന്നു, എന്തായാലും കർത്താവ് എനിക്ക് ഇപ്പൊ തന്നെ എന്നെ കൊണ്ടുപോകുന്നുള്ള പ്രത്യാശ ഞാനായിരിക്കും എന്ന് പറയാനിടയായി തീർന്നു. പിന്നെ കേൾക്കുന്നത് അന്ന് വൈകുന്നേരം നേരവെളുത്തോടെ രാത്രി 12 മണിയായപ്പോൾ അദ്ദേഹത്തെ ICUയിലേക്ക് കൊണ്ടുപോയി കയറ്റി എന്ന് പറയാനിടയായി തീർന്നു. ജോയൽ വിളിച്ചു. ജോയൽ യാത്ര കൊടുക്കുള്ളൂ പറഞ്ഞു. വെള്ളിയാഴ്ച ജോയൽ വരുവാനിടയായി തീർന്നു. ജോയൽ വന്നപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് അപ്പൻഡിക്സ് മുഖാന്തരമാണ് വയറുവേദന എന്ന് പറഞ്ഞ് അവര് അപ്പൻഡിക്സ് ഓപ്പറേഷൻ നടത്തി. പിറ്റത്തെ വെള്ളിയാഴ്ച രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് വ്യാഴാഴ്ച എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, നാളെ ഡിസ്ചാർജ് ആകുന്ന പറഞ്ഞിരിക്കുന്നത് ICUന്ന് വാർഡിലേക്ക് മാറ്റി എന്ന് പറയണേറ്റു. മാറ്റി എന്ന് പറഞ്ഞു. എന്നാലേ പെട്ടെന്ന് അത് കഴിഞ്ഞൊരു പിറ്റേ ദിവസം രാവിലെ ഒരു 12 മണി ആയപ്പോൾ എന്നെ വിളിച്ചു. 12 മണി കഴിഞ്ഞു കാണും. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഡിസ്ചാർജ് ചെയ്യാൻ പോയതാ രാവിലെ, അപ്പ മിണ്ടുന്നില്ല. രാവിലെ CP ഒക്കെ കൊടുത്തു നോക്കി. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പ പോയി എന്ന് പറയണേ. അദ്ദേഹം
ഞാൻ ചിന്തിക്കായിരുന്നു, അദ്ദേഹം വീട്ടിൽ വന്നിരുന്നെങ്കിൽ, അന്നേരം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ ജോയലിൻ്റെ പേരൻസാണ്, ജോമിയുടെ പേരൻസാണ് കുറേ കാലം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അവരവർക്ക് ദൈവത്തെ സ്തുതിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവർക്ക് അങ്ങനെ ദൈവം അങ്ങനെ ക്രമ കൊടുത്തോർത്ത് ദൈവം അവർക്ക് ധാരാളം പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ജയ സിസ്റ്ററുടെ സഹോദരിയും ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. അവർ കോർട്ട് ദൈവത്തെ സ്തുതിക്കുകയും മോത്തപ്പെടുത്തുകയും ചെയ്യുന്നു. അതിലൊക്കെ ഉപരിയായി ഒരു കർത്താസൻ അവിടെയുണ്ട്, ജോഹാൻ എന്ന് പറഞ്ഞ് മാറപ്പാടി ചർച്ചിലെ. നമുക്ക് തമിഴ്നാട്ടിൽ 12 വേദിയാണ് ശുശ്രൂഷയുള്ളത്. 2 സ്ഥലത്ത് നമുക്ക് ഹോളുണ്ട്, നമ്മുടെ PMBയുടെ പേർക്ക് ഹോളുണ്ട്. അതിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നത് ഈ ജോഹാൻ എന്ന ഒരു കർത്താസനാണ്. അദ്ദേഹം തങ്കരാജ് പാസ്റ്ററെ ഈ കാലങ്ങളിലൊക്കെ വളരെയധികം ആത്മാർത്ഥമായി ശുശ്രൂഷിപ്പാനും കൊണ്ടുപോകാനും വരുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. പല ദിവസങ്ങളിലും അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ അവിടെ ഇട്ട് തങ്കരാജ് പാസ്റ്ററുടെ വീട്ടിൽ പോയി തങ്കരാജ് പാസ്റ്ററോടൊപ്പം ചിലവഴിച്ചത്, രാത്രികൾക്കൊക്കെ ചെയ്തിരുന്നത്. ആ കർത്തദാസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയുടെ സപ്പോർട്ട് കർത്തദാസിന് സഭയ്ക്കും ധാരാളം ആവശ്യമാണ്. നമ്മളത് നിർവഹിക്കുമെന്ന് ഞാൻ കർത്താവിലെ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അവരൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറയുന്ന പോലെ ശുശ്രൂഷയൊക്കെ വളരെ അനുഗ്രഹമായി തീരുവടയായി തീർന്നു. നമ്മുടെ ജോയിച്ചാന് പലപ്പോഴും അവിടെ പോകുവാനും ഈ വിവരം അറിഞ്ഞ വശം തന്നെ ജോയിച്ചാൻ അവിടെ പോകുവാനിടയായി തീർന്നു. ജോയിച്ചാൻ വേണ്ട പലപ്പോഴും ജോയിച്ചാനെ അദ്ദേഹം കോണ്ടാക്ട് ചെയ്യുമായിരുന്നു തമിഴ്നാട്ടിലെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ. അതിലെ കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. എന്തായാലും അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അനേക ആത്മാക്കളെ ഒന്നിച്ച് കാണുവാൻ അദ്ദേഹത്തിന് ദൈവം ഇടയാക്കും എന്നുള്ള ആ പൂർണ്ണ പ്രത്യാശ എനിക്കുണ്ട്. തുടർന്നുള്ള അദ്ദേഹം ഏൽപ്പിച്ച ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകൾക്ക് ഒരു നേതൃസ്ഥാനം അവിടെ ഉണ്ടാവണം. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി ഈ മാസം അവസാനം ഞാൻ അവിടെ കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ PMB പ്രവർത്തനങ്ങളിലൊക്കെ വളരെ നന്നായി പോകുന്നു. സാമ്പത്തികമായ പരാതി ഞങ്ങൾ പലയിടത്തും ഉണ്ട്. എന്നാലും ദൈവം അത് സന്തോഷമായും അനുഗ്രഹമായി നടത്തുന്നു. അത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതലായി ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലേ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകള് ഇതുവരെ വിവാഹിതയായിട്ടില്ല. ജെസി ദുബായിലുള്ളത്. അവളുടെ വിവാഹകാര്യം തക്ക സമയം നടക്കുവാൻ വേണ്ടി നമുക്ക് അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജോയൽ ശുശ്രൂഷയിലാകണമെന്ന്. എന്നാൽ ജോയലിൻ്റെ സാമ്പത്തികമായ വളർച്ചയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലുള്ള അനുഗ്രഹവും അദ്ദേഹത്തിനെ കാണുവാനും സന്തോഷിപ്പാനും അദ്ദേഹത്തിന് ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ആരെയും കൈവിടുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ച പോലെ അല്പം ശുശ്രൂഷയിൽ സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിലും അതൊക്കെ അദ്ദേഹത്തിന് അവസാനം വരെയും ആ ശുശ്രൂഷ കാര്യങ്ങളിലൊക്കെ കൊണ്ടു നടക്കാൻ ദൈവം ഇടയാക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പലപ്പോഴും ഞാൻ അദ്ദേഹത്തിനോടുള്ള ഈ തമിഴ്നാട്ടിൽ അദ്ദേഹത്തോട് പോകുമ്പോൾ അദ്ദേഹം വേലക്കാരൊക്കെ ശാസിക്കുന്ന കാരണം ഞാൻ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്കധികം സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം. അതേപോലെ അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിലും അതിലധികം സ്ട്രിക്റ്റ് ആയിരുന്നു. വാൽ നടക്കുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാൻ അത് അവനൊരിക്കലും വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്നുള്ളത് വളരെ അന്വർത്ഥമായി തങ്കരാജനുള്ള ബന്ധം നമുക്ക് പറയാം. മക്കളെ അതേപോലെ വളർത്തി. നമുക്കറിയാം ജോയല് ഇവിടെ ഒരു മാതൃകയാണ്. ജോയല് പോയത് നമുക്ക് വലിയ നഷ്ടമാണ്. ആ നഷ്ടം ഇതുവരെ നികത്താൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ശുശ്രൂഷ അല്പമായി പ്രസാദ് ഏറ്റെടുത്തിട്ടുണ്ട്. പ്രസാദും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നു എന്നുള്ളത് സന്തോഷാർഹമാണ്. ജോയലായിരുന്നു നമുക്കറിയാം അന്ന് ഈ മൈക്ക സെറ്റ് കൊണ്ടു നടക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ജോയല. എനിക്കറിയാം ഇമ്മാനുവേലും അവരൊക്കെ കൂടെ ചേർന്ന് PAPയും സൺഡേ സ്കൂളും PAPയും സൺഡേ സ്കൂളും എല്ലാ കാര്യങ്ങളും ആത്മീയ ശുശ്രൂഷയാണെങ്കിലും മലയാള ശുശ്രൂഷയാണെങ്കിലും തമിഴ് ശുശ്രൂഷയാണെങ്കിലും എല്ലാ ശുശ്രൂഷയിലും ജോയല് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായിരുന്നു. അതൊക്കെ നികത്തി കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയതിന്റെ ഒരു അനന്തരഫലമാണെന്ന് പറയുന്നതിൽ ഒട്ടും സംശയമില്ല. അത്രയധികം ജെമി ആയാലും
വളരെ സന്തോഷത്തോടെ പോകുന്നു. ജെസ്സി ആയാലും ജെസ്സിയൊക്കെ പോകുന്നത് വരെ ഒരുപാട് സൺഡേ സ്കൂളിലെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഇടപെടുകയൊക്കെ ചെയ്യുന്നു. അത് വാശിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വളരെയധികം കടന്നു വന്ന കാര്യങ്ങൾക്കൊക്കെ അതിലൊക്കെ ഭാഗവാക്കാവുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ദൈവമക്കൾ അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു ഹല്ലേലൂയ പറഞ്ഞ് നമുക്ക് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം എനിക്ക് തന്ന ദൈവമക്കൾ സഭയോടും ദൈവദാസനോടും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളൂ.